മാപ്പിളപ്പുറാട്ട് കോഴിക്കോട്ടുകാരനാണ്. അയാൾ ഇവിടെ എണ്ണ കച്ചവടം ചെയ്യുന്ന ആളാണ്. അത് ഈ എണ്ണകൾ വാങ്ങി പല ഇതും എല്ലാവിടെയും കൊണ്ട് കൊടുക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അങ്ങനെ എണ്ണ കച്ചവടം ചെയ്യുമ്പോൾ ഒരു സ്ത്രീയായിട്ട് അവർ തന്നെ ഒരു സ്ത്രീയായിട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചു. അതിൽ ഈ പ്രണയ പാട്ടുകൾ, കിസ്ത് പാട്ടുകൾ, നമ്മുടെ മാപ്പിള പാട്ടുകൾ പാടി. അപ്പോൾ എവിടെയൊക്കെ രാജ്യങ്ങളിലാണ് എണ്ണ വിറ്റത് എന്നൊക്കെ ചോദിക്കുന്നതിനൊക്കെ പാട്ടുകളാണ്. മൈസൂർ, ചങ്ങനാശ്ശേരി, കൊല്ലം, കോഴിക്കോട്, നാദാപുരം, കൊച്ചി, വേങ്ങര, പറവൂര്, പല്ലാവൂര്, പാലം, പാലക്കയം, അതിനടുത്തുള്ള സ്ഥലമാനുവ. മാപ്പിളപ്പൊറാട്ടിൻ്റെ വളരെ രസകരമായൊരു കാര്യം, കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു കച്ചവട സമൂഹം എന്ന രീതിയിൽ അവരുടെ കച്ചവട കേന്ദ്രങ്ങളെക്കുറിച്ച്, കച്ചവടത്തിൻ്റെ രീതികളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് കേരളത്തിലെ പല പല ആവണങ്ങളെക്കുറിച്ചും അങ്ങാടികളെക്കുറിച്ചൊക്കെ ഉള്ള വലിയ വിവരണങ്ങൾ ഈ മാപ്പിളപ്പാട്ടിലുണ്ട്. പൊറാട്ടുകളിൽ പിന്നീട് കൂട്ടിച്ചേർത്ത ഒരു പൊറാട്ടായിരിക്കണം മാപ്പിള പൊറാട്ട്. മലബാറിലെ മാപ്പിളമാരുടെ വലിയ കച്ചവട പാരമ്പര്യമാണ് ഈ മാപ്പിള പൊറാട്ടിലൂടെ അവതരിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാട്ടുകൂട്ടം എങ്ങനെയാണ് ഇങ്ങനെയുള്ള ജാതി മത സ്വത്വങ്ങളെ, പരദേശികളെ ഒക്കെ അടയാളപ്പെടുത്തുന്നത്, അവരുടെ ജീവിതത്തെ, സംസ്കാരത്തെ, സാമൂഹ്യ രീതികളെ എങ്ങനെയാണ് അവർ വിലയിരുത്തുന്നത് എന്നതിൻ്റെ രസകരമായ ഒരു അവതരണമാണ് അല്ലെങ്കിൽ ഉദാഹരണമാണ് മാപ്പിള പൊറാട്ട് എന്ന് പറയും. നമുക്ക് എന്താ കച്ചവടം? നമ്മുടെ കച്ചവടം എണ്ണ കച്ചവടം. എണ്ണ കച്ചവടം, എണ്ണ കച്ചവടം. സാധാരണ സായിപ്പന്മാരാണ് ഉടുക്കിന് പകരുന്നത്. ഉടുക്കും കൊണ്ട് പോകാൻ അയ്യപ്പൻ പാട്ടിന് പോണ ആളാ. നീയല്ല അയ്യപ്പൻ പാട്ടിന് പോകണം, എന്റെ ചെറിയപ്പൻ. അതോടെ അത് പോയില്ലേ? നിങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. മനസ്സിലാവുന്ന പോലെ പറഞ്ഞു കൊടുക്കുക. മറ്റ് പല പൊറാട്ടുകളിലും സ്ത്രീ കഥാപാത്രമാണ് ആദ്യം വരുന്നതെങ്കിൽ മാപ്പിള പൊറാട്ടിൽ ആദ്യം വരുന്നത് മാപ്പിളയാണ്. അയാളൊരു എണ്ണക്കച്ചവടക്കാരനാണ്. പുതുപ്പന്നാനിയാണ് അയാളുടെ സ്ഥലം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മലബാറിലെ മാപ്പിളമാരുടെ ഭാഷയെ, അതിനകത്തുള്ള സവിശേഷമായ പ്രയോഗങ്ങളെ ഒക്കെ ദ്വയാർത്ഥം വെച്ച് കളിയാക്കുക എന്ന രീതിയിൽ, ഉദാഹരണമായിട്ട് ഉമ്മ എന്ന് പറയുന്നത്, കുടി എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള പദങ്ങളുടെയൊക്കെ ദ്വയാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഹാസ്യം സൃഷ്ടിക്കുന്നത്. എനിക്ക് ആരാ ചോറ് നിങ്ങൾക്ക് നന്ന ആൾക്കാരെ എനിക്ക് തന്നത്? എനിക്കെന്താ ഓർക്കൊന്നും നമ്മളെ ചുരുട്ടാണ് മിണ്ടാതെ പോയി കിടന്നുറങ്ങേ. മാപ്പിളപ്പാട്ടിൻ്റെ മറ്റൊരു അവതരണ സവിശേഷത, മാപ്പിളപ്പാട്ട് എത്തുമ്പോഴേക്കും ഈ പാട്ടുകൾ മുഴുവൻ മാപ്പിളപ്പാട്ടുകളുടെ, കെസ് പാട്ടുകളുടെയും മറ്റും കത്തുപാട്ടുകളുടെയും മറ്റും ഈണത്തിലേക്കും പലപ്പോഴും ആ പാട്ടുകൾ തന്നെ ഇതിലേക്ക് എടുത്തു ചേർത്തുകൊണ്ടൊക്കെയുള്ള അവതരണത്തിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ദീർഘകാലം സ്വന്തം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന മാപ്പിളമാരെ കാത്തിരിക്കുന്ന മാപ്പിളച്ചിമാരുടെ വിരഹദുഃഖമാണ് വലിയ അളവിൽ മാപ്പിളപ്പാട്ടിൽ അവതരിപ്പിക്കുന്നത്. ാടി
ദാമ്പത്യ കലഹത്തോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഈ മാപ്പിളപ്പാട്ടിലൊക്കെ പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തത് ഗൾഫ് പ്രവാസവുമായി ബന്ധപ്പെട്ട ഗൾഫിലേക്ക് ദീർഘകാലമായിട്ട് ജോലിക്ക് പോയ അല്ലെങ്കിൽ കച്ചവടത്തിന് പോയ സ്വന്തം മാപ്പിളമാരുടെ അവരിൽ നിന്ന് ദാമ്പത്യ സുഖം കിട്ടുന്നില്ല എന്ന മാപ്പിളച്ചിമാരുടെ വിരഹമാണ്. അഥവാ ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുന്ന പൊതു അരങ്ങിൽ വന്ന് ചോദിക്കുന്ന മാപ്പിളച്ചിമാരെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. 2 കൊല്ലമായിട്ടും എനിക്ക് ഒരു കുഞ്ഞിക്കാല് കിട്ടിയില്ലെന്നും അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് കോഴിക്കാല് പോലും കിട്ടിയില്ലെന്നൊക്കെ പരിതപിക്കുന്ന ഒരു മാപ്പിളച്ചിയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ കച്ചവടം കൊണ്ടല്ല ജീവിതമുള്ളതെന്നും ദാമ്പത്യമാണ് ഏറ്റവും പ്രധാനം എന്നാണ് മാപ്പിളച്ചി ഈ കഥയിലൂടെ പറയുന്നത്. ഇങ്ങനെയാണ് നമ്മളെ കല്യാണം കഴിച്ചത്. അവിടെ പോകണം, നമ്മുടെ ഭാര്യയെ കൂട്ടാണ്ട് പോകില്ല. അത് വേണം. അതുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഭാര്യയെ കൂട്ടിയിട്ട് പോകണം. പക്ഷേ നിങ്ങളുടെ ബംഗ്ലാവിലുള്ള ഭാര്യ വന്നിട്ട് പറഞ്ഞു നമ്മുടെ ബംഗ്ലാവില് പോലെ ബോധം ഉച്ചാരിച്ചില്ല. ഞാൻ പതുക്കെ രാജ്യത്തോട് അതെ ഭാര്യനെ വിളിക്കണം. ഭാര്യ ആരിന്റെ? ഭാര്യ എന്റെ നിങ്ങളുടെ ഭാര്യ ആര് വിളിക്കണം? വളരെ വിളിച്ചാലും നമ്മള് കൃഷ്ണൻ വിളിക്കണം. അഥവാ കൃഷ്ണൻ വിളിച്ച അപ്പൊ ഭാര്യ ആരിന്റെ? മുസ്ലിം സമൂഹത്തെക്കുറിച്ചൊക്കെയുള്ള പൊതുസമൂഹത്തിൻ്റെ ചില ധാരണകൾ കൂടെ ഈ പറയുന്ന മാപ്പിളപ്പൊറാട്ടിൽ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പറയാണ് ഞാനിപ്പോൾ പറയാണ്ട് നമ്മുടെ പതുക്കെ രാജ്യത്ത് പോട്ടെ. പോയിട്ട് വരും. ഈ ഒരു നാൾ കാണാം. വലൈക്കും അസ്സലാം.